വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചങ്ങായി ഒരു ഫോണും കൊണ്ട് വന്നിട്ട് ഒരു സംശയം പറഞ്ഞെന്താ വെച്ചാൽ ഓൻ്റെ കോണ്ടാക്റ്റിൽ ഒരുപാട് 100 കണക്കിന് നമ്പർ സേവ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. 5-8 കോണ്ടാക്റ്റാണ് കാണുന്നുള്ളൂ. ഇതുപോലെ അത് കണ്ട ബാക്കി എവിടെ പോയി ഒരു പിടുത്തവും കിട്ടുന്നില്ല. നോക്കി നടന്നിട്ട് കാണുന്നില്ല നോക്കാം. അപ്പോൾ ഇത് എങ്ങനെ എവിടെ പോയി? അപ്പോൾ ഇത് കണ്ടു നോക്കുന്നവരെ എനിക്ക് തോന്നി പലർക്കും വരുന്നൊരു പ്രശ്നമായത്. പലർക്കും വരുന്ന പ്രശ്നമാകുന്ന നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, സോൾവ് ചെയ്ത് കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നിങ്ങൾക്കിത് അറിയാനൊന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അറിഞ്ഞൂടാത്തൊരിക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ. അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ ഈ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ മേലെ 3 കുത്തുണ്ടാവില്ല, താഴെ 3 വര ഉണ്ടാവും. എങ്ങനെ ആയാലും ഒരു മെനു ഓപ്ഷൻ ഉണ്ടാവും. അതെല്ലാ ഫോണിലും ഉണ്ടാവും. ചില ഫോണിൽ 3 വരയായിട്ടുണ്ടാവും, ചില ഫോണിൽ 3 കുത്തായിട്ടുണ്ടാവും. ആ കുത്തിൽ ചെറുതായിട്ടൊരു കുത്ത് കൊടുത്താൽ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ സെറ്റിങ്സ് ഒന്ന് ഞെക്കുക. സെറ്റിങ്സ് ഞെക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു ഓപ്ഷൻ. ചില ഫോണിൽ ഉണ്ടാകുക ഇത് സെറ്റിങ്സിലല്ല, ആ ഫസ്റ്റിലുള്ള 3 കുത്തിൽ ഞെക്കിയാൽ തന്നെ അവിടെ കാണും സെറ്റിങ്സിൻ്റെ കൂട്ടത്തിൽ വേറെ ഓപ്ഷനിൻ്റെ കൂട്ടത്തിൽ ഡിസ്പ്ലേ പ്രിഫറൻസ്. എവിടെയായാലും ഇതിൻ്റെ മെനുവിൽ ഡിസ്പ്ലേ പ്രിഫറൻസ് ഒന്ന് നോക്കിയെടുത്താൽ മതി. അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഫോണിലുള്ള ഓരോന്നും കാറ്റഗറി തിരിച്ച് കൊടുത്തേക്കാണ്. ഓൾഡ് കോണ്ടാക്റ്റ്, മെസ്സഞ്ചർ കോണ്ടാക്റ്റ്, ഫോൺ കോണ്ടാക്റ്റ് ഒക്കെ ആയിട്ട്. ഈ ചങ്ങായിനോട് അറിയാണ്ട് ഇത് ഫോൺ കോണ്ടാക്റ്റിലേക്ക് ഞെക്കിപ്പോയതാണ്. അത് ജസ്റ്റ് ഒന്ന് ഈ ഓൾ കോണ്ടാക്റ്റ് എന്നുള്ളതിലേക്ക്, അല്ലെങ്കിൽ ഏതിലാണോ കൂടുതൽ കോണ്ടാക്റ്റ് ഉള്ളത് അതിലേക്കൊന്ന് ഞെക്കിയിട്ട് വെച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. സംഭവം ഓക്കെ. അസ്സലാമു അലൈക്കും വലൈക്കും സലാം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് നോക്ക് ആ കോണ്ടാക്റ്റ്. എൻ്റെ ഫോണിൽ 500-600 കോണ്ടാക്റ്റ് ഉണ്ട്. തീർത്തും വന്ന് കണ്ട എല്ലാം ഇങ്ങ് വരും. അതായത് ചെറിയൊരു എന്തോ ഞെക്കുന്നവരറിയാണ്ട് അങ്ങ് ഞെക്കിപ്പോയിക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നുണ്ടായി പറട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു സെഗ്മെൻറ്റ് കാണാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. അത് കാണുന്നവർ ഒരു സുഖമാണ്. പിന്നെ ഇനിയും വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഞങ്ങൾ ലൈക്ക് അടിച്ചാൽ. എന്നാൽ പിന്നെ നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.